സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവശാസ്ത്രജ്ഞനും ലൂതറൻ സഭയിലെ പട്ടക്കാരനുമായിരുന്ന ഡിട്രിച്ച് ബോൺഹോഫർ ഹിറ്റ്ലറുടെയും നാസി പട്ടാളത്തിന്റെയും ക്രൂരതയ്ക്കിരയായി 1945 തൂക്കിലേറ്റപ്പെടുന്നതിന് മുൻപായി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ദിസ് ഈസ് ദ എൻഡ്, ഫോർ മീ ദ ബിഗിനിങ് ഓഫ് ലൈഫ്. ഇത് ഒരു അവസാനമാണ്, എന്നാൽ എനിക്കിത് ജീവന്റെ തുടക്കമാണ്. ക്രിസ്തുവിനു വേണ്ടി ജീവിച്ച് ആ ക്രൂശിൽ പ്രത്യാശ വെച്ച് മരിച്ച മനുഷ്യൻ. മൺമയമായ ശരീരം നശിച്ചാലും സ്വർഗീയമായ ശരീരത്തിൽ ഉയർക്കും എന്ന പ്രത്യാശ. ശരീരമാകുന്ന വിത്ത് എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. മരണം ജീവിതത്തിന്റെ അവസാനമാണെന്ന് വിശ്വസിക്കുന്ന ലോകത്തിൽ അത് പുതിയൊരു ജീവനിലേക്കുള്ള ആരംഭമാണെന്ന് യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 29 വരെയുള്ള വേദഭാഗത്തിലൂടെ. യഹൂദന്മാരുടെ പെരുന്നാളിൽ സംബന്ധിക്കാൻ വന്ന യവനന്മാർ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു എത്തുന്നതും അവരോടുള്ള യേശുവിന്റെ സംസാരവുമാണ് ധ്യാനഭാഗത്ത് വിവരിക്കപ്പെടുന്നത്. അറിവിന്റെ നിറകുടമായ യവനന്മാർ യേശു എന്ന നസ്രത്തിലെ ഗുരുവിനെയും തന്റെ അതിശയ പ്രവൃത്തികളെയും ഉപദേശങ്ങളെയും കുറിച്ചൊക്കെ കേട്ടറിഞ്ഞവരായിരിക്കാം. തങ്ങൾ കേട്ടറിഞ്ഞ സത്യത്തെ നേരിൽ കണ്ട് മനസ്സിലാക്കുക എന്നതും നമസ്കരിപ്പാനായി വരുമ്പോൾ അവരുടെ ചിന്തയിൽ ഉണ്ടായിരുന്നിരിക്കാം. തന്റെ തേജസ്കരണം അടുത്തിരിക്കുന്നുവെന്ന് പറയുന്നതോടൊപ്പം യേശു ഒരു പ്രകൃതി സത്യവും അവരെ ഓർമ്മിപ്പിക്കുന്നു. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും എന്നത്രേ അത്. വിത്ത് ജീർണിക്കുന്നതിലൂടെ പുതിയ ഭാവം ധരിക്കുന്നത് പോലെ സ്വയം ഇല്ലാതെയാകുന്നതിലൂടെയുള്ള തേജസ്കരണത്തെ കുറിച്ച് കർത്താവ് പറയുന്നു. ചെറുതും നിസ്സാരവുമായ വിത്തിൽ ജീവന്റെ അംശം അടങ്ങിയിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരങ്ങൾ ദുർബലവും മർത്യവുമായിരുന്നാലും പുതുജീവന്റെ അനന്തമായ സാധ്യതകൾ അതിലുളവാകുന്നു. മരണത്തിലൂടെ ശരീരത്തിന്റെ അവസാനവും ആത്മാവിന്റെ മോചനവും സംജാതമാകുന്നുവെന്ന യവന ചിന്തയ്ക്ക് വിരുദ്ധമായി ശരീരവും ആത്മാവും ചേർന്നുള്ള പൂർണ്ണ രക്ഷയെയും ഉയർപ്പിനെയും കുറിച്ചാണ് യേശു പഠിപ്പിക്കുന്നത്. രോഗത്താൽ ശരീരം ക്ഷയിച്ചപ്പോഴും പരുക്കളാൽ ബാധിക്കപ്പെട്ടപ്പോഴും ആ വേദനയുടെ നടുവിലും ഇയ്യോബ് വിളിച്ചു പറയുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും എന്നാണ്. പ്രത്യാശയുടെ വാക്കുകളാണിത്. പൗലോസ് അപ്പോസ്തലനും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ ഇതേ ആശയം വ്യക്തമാക്കുന്നുണ്ട്. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. മൺമയമായ ശരീരം സ്വർഗീയ ശരീരമായി രൂപാന്തരം പ്രാപിക്കുമെന്നും അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. ശരീരവും ആത്മാവും തമ്മിലുള്ള ഒരു മാറ്റം മാത്രമായി മരണത്തെ കണ്ടിരുന്ന യവനന്മാർക്ക് ശരീരത്തിന്റെ ഉയർപ്പ് സാധ്യമാണെന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ പുതുമയുള്ളതും അത്ഭുതകരവുമായിരുന്നിരിക്കാം. സ്വർഗീയ മഹിമകളിൽ പിതാവിന്റെ വലതുഭാഗത്ത് എന്നേക്കും വസിക്കാമായിരുന്നിട്ടും അതിനെ ത്യജിച്ച് മനുഷ്യനായി ഭൂമിയിൽ വന്ന് സുരക്ഷിതവും സന്തോഷകരവുമായി ജീവിതം സാധ്യമെന്നിരുന്നിട്ടും ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ഒഴിവാക്കാമെന്നിരുന്നിട്ടും മനസ്സോടെ കുരിശുമരണം സ്വീകരിച്ച് മഹത്വകരമായ ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ച കർത്താവ് നമ്മെയും വിളിക്കുന്നത് ആ ത്യാഗത്തിന്റെ പാത പിൻപറ്റുവാനാണ്. നാം എല്ലാവരും ആക്ഷരികമായി ക്രൂശിൽ തറയ്ക്കപ്പെടാനോ മരിക്കാനോ അല്ല വേദഭാഗം പറയുന്നത്, ആ ക്രിസ്തുഭാവം ഉൾക്കൊള്ളുവാനാണ്. രോഗമോ മരണമോ പീഡകളോ ഒന്നും നമ്മെ ഭയപ്പെടുത്തേണ്ടതല്ല. ക്രിസ്തുവിലൂടെ നമുക്കും ഒരു ഉയർപ്പ് സാധ്യമാണ്. ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി കല്ലേറേൽക്കുമ്പോഴും സ്വർഗീയ ദർശനത്തിൽ സന്തോഷിച്ച സ്തെഫാനോസ് എന്ന ചെറുപ്പക്കാരനെ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം കാട്ടിത്തരുന്നു. ആ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണോ? രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്ത് എന്നത് സഭാപിതാവായിരുന്ന തെർത്തുല്യന്റെ വാക്കുകളാണ്. ദൈവരാജ്യത്തിനു വേണ്ടി സ്വയം ശൂന്യരാക്കുവാൻ നമുക്ക് ഇന്ന് സാധ്യമാകുന്നുണ്ടോ? ക്രിസ്തു കാട്ടിത്തന്ന ത്യാഗവും സ്നേഹവും കരുണയും ഒക്കെ ജീവിതത്തിൽ സ്വീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്വാർത്ഥതയുടെയും അഹംഭാവത്തിന്റെയും സ്വയം പുകഴ്ചയുടെയും ഒക്കെ പ്രാകൃത ശരീരം മരിച്ച് ആത്മീയ ശരീരത്തിനുടമകളായി തീരുവാൻ നമുക്കും കഴിയും. ഇരുട്ടിലൂടെയും മരണത്തിന്റെ ആഴങ്ങളിലൂടെയും ഒരു വിത്ത് കടന്നു പോകുമ്പോഴും അവിടെ ജീവന്റെ വളർച്ച ആരംഭിക്കുന്നത് പോലെ മരണം ഒരവസാനമല്ല,
ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്കുള്ള പ്രവേശന കവാടമാണെന്ന് തിരിച്ചറിയുക. മുരുകൻ കാട്ടാക്കടയുടെ രക്തസാക്ഷി എന്ന കവിതയിൽ പറയുന്നു, അവനവന് വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ക്രിസ്തു കാട്ടിത്തന്ന മാതൃക പിന്തുടർന്ന് നമുക്കും മണ്ണിന്റെ സാധ്യതകളിലേക്ക് എറിയപ്പെടുന്ന വിത്തുകളാകാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നശിച്ചു പോകുവാനല്ല, നിറഞ്ഞ കതിർമണികളായി ഉയർത്തു വരുവാൻ. പ്രിയ സ്നേഹിതരെ, ഈ നോമ്പിന്റെ ദിനങ്ങളിൽ ദൈവകൃപയുടെ പരിവർത്തന ശക്തിക്ക് നാം വിധേയപ്പെടുകയും അവന്റെ മഹത്വത്തിനായി നമ്മിലൂടെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യാം. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. പ്രാർത്ഥിക്കാം. കർത്താവേ, മണ്ണിൽ വീണ് ചാകുന്ന വിത്ത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തകർച്ചകളും കഷ്ടതകളും മറ്റുള്ളവർക്ക് നന്മയ്ക്കും അങ്ങേക്ക് മഹത്വവും നൽകുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള മുഖാന്തരമാക്കി തീർക്കണമേ. ആമേൻ.